പിള്ളേ മൊത്തം കപട പണ്ഡിതന്മാർക്ക് ആലളിയേക്കാം, നല്ല പണ്ഡിതന്മാർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവരൊക്കെ എപ്പോഴും അംഗീകരിക്കാൻ റെഡിയാണ്. ഇപ്പം ഞങ്ങൾക്കിത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയാണ്. 1921 ശേഷം ഇവിടെ ഈ പണ്ഡിത സംഘടന വന്നതിന് ശേഷം ഇവിടെ ഈ സമൂഹത്തിന് വളരാൻ പറ്റിയിട്ടില്ല, കാബറാക്കി കൊന്നുകൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, ഞാനിപ്പോൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. പിന്നെ ഞാനൊരു 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേഗം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ തുടങ്ങിയത്. കൂടുതൽ സമയം ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ആയതുകൊണ്ട് ഇതാണ്. അപ്പോൾ ഈ പണ്ഡിതന്മാരെ തെറ്റിദ്ധാരണ മാറ്റി അവർ നേർവഴിക്ക് വന്നില്ലെങ്കിൽ പൊതുജനങ്ങൾ ഇവിടെ നടക്കുന്നത്. കാരണം ഒരു ഹദീസുണ്ട്, ഈ തഖ്വയില്ലാത്ത പണ്ഡിതന്മാരെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മഴയില്ലാത്ത മേഘം പോലെയാണ്. അപ്പം മുകളിൽ ആകാശത്തെ മേഘം ഇങ്ങനെ ഉരുണ്ട് കൂടി കഴിഞ്ഞ് അതുകൊണ്ട് മഴ പെയ്തില്ലെങ്കിൽ മനുഷ്യൻ ഉരുകിച്ചാവും ചൂടും കൊണ്ട്. അതേമാതിരി തന്നെയാണ് ഇന്നിവിടെ സാധാരണ പാവപ്പെട്ട പൊതുജനങ്ങൾ ഉരുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഈ വഴി ഒഴിപ്പിക്കലിൽ നിന്ന് പണ്ഡിതന്മാർ തീർത്തും മാറണം. മാറിയില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഭവിഷ്യത്ത് ഉണ്ടാവും. പക്ഷേ ഇത് ഈ ലോകം അറിയിക്കൽ എൻ്റെ ജോലിയാണ്. ഈ 24 സ്റ്റേറ്റിലും ഞാൻ കറങ്ങിയവനാണ്. ഉള്ള മലയിലൊക്കെ അതും കയറി, ടൗണിലും കയറി. പക്ഷേ എവിടെ ഇല്ല സംഘടന, ഈ കേരളത്തിൽ മാത്രമേ സംഘടന ഉള്ളൂ. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇവിടെ ആദ്യം ഒരു സമസ്ത ഉണ്ടായി. അപ്പോൾ തെക്കർ പറഞ്ഞ് വടക്കര ഞങ്ങൾക്ക് അംഗീകരിക്കാൻ അവരുടെ ദക്ഷിണ ഉണ്ടാക്കി. അതിൻ്റെ പുറകെ തന്നെ സദക്കത്തുള്ളതെന്ന് പറയുന്നത് അതൊരു പാർട്ടിയായി. പിന്നെ 1989 APISM വന്നത്. ഈ APISM വന്നതിന് ശേഷം ഇവിടെ ഇത്രയും ഫസാദും പോകിരിത്തരങ്ങളും പള്ളി അടിച്ചു പൂട്ടലും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തും ഇതൊരു സാധാരണ മുസ്ലിമിന് പറ്റാത്ത പണിയാണ് ഇവിടുത്തെ AP-യുടെ പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ ഈ അവിടെ ഇവിടെയും കിടന്ന് പറയണമെന്നില്ല. ഈ സാധാരണ ഈബത്ത് നബീത്ത് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം പറയാം. ഹോസല്ലാന്ന് ഒരിക്കലും ഭാഷ പറഞ്ഞു, അതായത് നാളെ മഹ്ശറിൽ വെച്ച് ഓരോ മുസ്ലിമീങ്ങളിലും, മുഅ്മിനീങ്ങളിലല്ല, ഓരോ മുസ്ലിമീങ്ങളിലും ഇബാദത്ത് പരിശോധിക്കുന്ന സമയത്ത് അവൻ്റെ ഇബാദത്ത് ഭൂമി മുതൽ ആകാശം വരെ മുട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ അവനിക്ക് സലാമത്തായി കിട്ടാണെങ്കിൽ അവൻ സ്വർഗത്തിലെ രാജാവാണെന്ന് പറഞ്ഞു. പിന്നെ അതൊന്നും സലാമത്തായി കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ അക്കടപാടുകൾ വരും. അവനെ ആക്രമിച്ച്, അവനെ തല്ലി, അവനെ ഈപത്ത് പറഞ്ഞ്, അവനെ നുണ പറഞ്ഞ്, പടപ്പടയിൽ ഉപദ്രവിച്ച്, തട്ടിപ്പറിച്ച്, മുതൽ മേടിച്ച്, ഇങ്ങനെ ആളെ കൊന്ന്, ഇങ്ങനെയുള്ള പല വിഷയങ്ങളുമായിട്ട് ഓരോരുത്തരും. അപ്പോൾ ഇവരുടെ ഹസനാത്താണ് അവിടെ വീതിച്ചു കൊടുക്കുക. അല്ലാതെ ഇവിടെ കുറേ പറമ്പും വരെ പണം ഉണ്ടായിട്ട് അല്ലെങ്കിൽ കാറോ ഇതൊന്നും കവറിലേക്കൊന്നും കൊണ്ടുപോകാൻ മനുഷ്യരിൽ വീതിക്കാനോ കിട്ടില്ല. നമ്മൾ ചെയ്ത ഹസനാത്ത്, നമ്മൾ ചെയ്ത തഖ്വ, അതാണ് അവിടെ വീതിച്ചു കൊടുക്കുക. ഇതെല്ലാം വീതിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് കൈ കാലിയായിരിക്കും. പിന്നെ അവരുടെ നരകം ഇങ്ങോട്ട് വെച്ചേറ്റി, ഇവരുടെ സ്വർഗ്ഗം അങ്ങോട്ടും വെച്ചേറ്റി വീട്ടിലെ പഞ്ചായത്ത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ ദിക്റു കഹാക്ക വിമായക്കറയുന്ന ഒരു മുസ്ലിമിന് പൊരുത്തമില്ലാത്ത കാര്യം നിങ്ങൾ പറഞ്ഞു പോരെന്നാണ്. കാരണം ഇപ്പം ഒരു വട്ടം നിങ്ങൾ വിവരിച്ചിട്ടുണ്ടാവും, പക്ഷേ അത് നിങ്ങൾ ചെയ്ത് തെറ്റാണ്. പക്ഷെ അത് ഞാൻ പറയൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല, പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അങ്ങനത്തെ സാധനത്തിൽ ഇന്നിവിടെ ഈ ഇസ്ലാം കാട്ടിക്കൂട്ടുന്ന കോലങ്ങളും മാധ്യമം, കസാര, പിന്നെ വാർത്ത, പിന്നെ TV, ഇതെല്ലാം ഇവിടെ ആരുണ്ടാക്കുക? പണ്ഡിത സംഘടന ഉണ്ടാക്കിയത്. അതാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ആ വിഷയത്തിലേക്കൊന്നും കിടക്കണില്ല. ആ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ കരാറ് പുതുക്കുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഈ കരാറ് പുതുക്കുക എന്ന് പറഞ്ഞാൽ ആലം അറുവാവിൽ വെച്ചിട്ടുണ്ടായിരുന്ന റൂഹി ഇന്ന് നമ്മുടെ തള്ളയുടെ വയറ്റിൽ വന്ന് 6 മാസം 10 മാസം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് ദുനിയാവിൽ വന്ന് ഇപ്പം നമ്മുടെ തടിയുമുണ്ട്. അപ്പോൾ ഈ റൂഹ് ഇവിടുന്ന് കരാറ് പുതുക്കണം. അതെങ്ങനെ പുതുക്കണം? അത് കാമിലായ ശേഖന്മാരിൽ നിന്ന് തന്നെ പുതുക്കണം. അതല്ലെങ്കിൽ അവസാനം ആ തൗഹീദ് ഒരു കാലത്ത് ഒരുത്തനും വകയായി കിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ തന്നെ വേണം. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്നുകൊണ്ട് ഒരു ജാഹിലായാലും ഒരു ആലിമായാലും എന്തിനും കൊള്ളില്ലാത്ത തെമ്മാടി ആയാലും അവൻ്റെ കരാറ് പുതുക്കി കൊടുത്താൽ അവൻ മുഅ്മിനായി, അള്ളാഹിൻ്റെ അടുത്ത് മുഅ്മിനായി, അവനത് കൊണ്ട് പ്രവർത്തിച്ചാൽ. പക്ഷെ അങ്ങനത്തെ ഒരുത്തൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു സാധാരണ ഒലിക്കോ ഒരു വലിയ വിലായത്തുള്ളവനോ അത് കൊള്ളൂല, അതിൻ്റെ മുകളിൽ ഇതാ ഞാൻ ചെല്ലിക്കോ എന്ന് പറഞ്ഞാൽ അവനാണ് ഇവിടെ ഏറ്റവും വലിയ ശൈത്താൻ. കാരണം ഒരു കണ്ണുള്ള വ്യക്തി അതൊരു കാലത്തും ചെയ്യില്ല. കണ്ണില്ലാത്തത് ചെയ്യുകയാണെങ്കിൽ ആ സെക്കൻഡിൽ അവൻ്റെ കയ്യിലുള്ളതാണ് ഉറന്നു പോകും. അത് ഏതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ഉച്ചത്തിൽ നിങ്ങൾ സംസാരിച്ച് പോകരുത്. അങ്ങനെ സംസാരിച്ച് പോയാൽ നിങ്ങൾ കാര്യം മനസ്സിലാവില്ല, നിങ്ങൾ ഇന്ന് വരെ ചെയ്ത് അങ്ങോട്ട് പോകും. എന്നാൽ അതുപോലെ തന്നെ ഒരു വിഷയമാണ് കരാറ് പുതുക്കിയിട്ട മോമിനിയങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ഒരു കള്ളശേഖ് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു തങ്ങളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരും എന്നായാലും കാറ്റത്ത് വറക്കണമെന്നായാലും ഒന്നല്ല പറയാം, അത് കൊള്ളൂല്ലോ, ലായിലായില്ലെന്ന മുറസുള്ള കൊള്ളൂല,
ഇതങ്ങോട്ട് ചെല്ലിക്കാൻ മതി, എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള സെക്കൻഡിൽ പോയി അതിനൊരു താമസമില്ല, വേണമെങ്കിൽ പരിശോധിച്ച് നോക്കി. പിന്നെ അവൻ്റെ പ്രവണത ശൈത്താനിയത്തായിരിക്കും. അപ്പോൾ ഈ മനുഷ്യ ഈ ശൈത്താനെ കൊണ്ടും ജിന്നിനെ കൊണ്ടാണ് ഏറ്റവും വലിയ, അവരൊക്കെ ഒരു സത്യം നീതിയുള്ളവരാണ്. അവരോട് അവലേക്കന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ പോകും. പക്ഷേ മനുഷ്യ ശൈത്താനായ ഒരു മരുന്ന് ലോകത്തില്ല. ഇന്നിപ്പോൾ ഏർവാടി, അജ്മീർ എന്ന് വേണ്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയാൽ രോഗം പിടിപ്പിച്ച് കിടക്കുന്ന റുഹാനികൾ. പക്ഷേ ഈ മനുഷ്യ ശൈത്താൻ പോയി കിട്ടാനാണ് പാട്. അവർക്ക് രണ്ട് തല്ലുകൊള്ളുമ്പോൾ അവർ പറയും വലിയക്കന്മാരെ ഞങ്ങളിപ്പോൾ പോയിക്കളാന്ന് പറയും. അപ്പോൾ ആ വേദന കൊണ്ട് അവർ പോകും. കുറേ കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് നോക്കുമ്പോൾ അവർ പിന്നെ ഉണ്ടാവും അവിടെ. അവർ ചോദിക്കും എന്താ നീ ഇന്നലെ പോകാമെന്ന് പറഞ്ഞിട്ട്, ഇന്നലെ എനിക്ക് തല്ലുകൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ പോകാമെന്ന്, ഞാൻ പോണേ കൂടെ എനിക്ക് പോകാൻ വേണ്ട സ്ഥലം വേണ്ട. അപ്പോൾ ഈ വക വിഷയങ്ങൾ തസ്വഫിൻ്റെ വശത്തിൽപ്പെട്ട അത് ഞാനിവിടെ സംസാരിക്കുന്നില്ല. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജനിച്ച ഓരോരുത്തരും ജനിച്ച മണ്ണിൽ മുസ്ലിമായിട്ടോ മോമിനായിട്ടോ മരിക്കണം. അതിൽ നിങ്ങൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് വേറെ എങ്ങും തേടി പോകേണ്ട ആവശ്യമില്ല. മുഷാവറക്കാരുണ്ട്, അവരോട് ചോദിച്ചാൽ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ആലുവയിലേക്ക് എന്നെ തേടി എല്ലാവരും തെരീക്കത്തോലേക്ക് അങ്ങനൊന്നും പറഞ്ഞില്ല. നമ്മുടെ 10-60 ഖലീഫന്മാരും ഇവിടെ ഉണ്ട്, അവരൊക്കെ തെരീക്കത്തിൻ്റെ ആൾക്കാരാണ്. പിന്നെ 40 മുഷാവറ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ 35 മാർക്കും കോട്ടും 100 ആക്കിയതാണ്. അവർ തെരീക്കത്തിൻ്റെ ആൾക്കാരാണ്, ആത്മീയ ഗുരുക്കളാണ്, മശായിഖന്മാരാണ്. അവരെ നിങ്ങൾക്ക് എപ്പോഴും ബന്ധമില്ല. അവരെ സഹായിക്കൽ അള്ളാഹിനെ സഹായിക്കലുള്ള തന്നെയാണ്. മുനാഫിക്കിനെ സഹായിക്കും പോലെ ആവില്ല. അവരെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ തന്നെ അവരെ കൂടെ കൂടിയാൽ തന്നെ നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തുകൊണ്ടിരിക്കും. കാരണം പണ്ട് വിഭാഷകൾ പറഞ്ഞാൽ ഒരു നാൾ താരൻ്റെ ശൈഖയെ പോയി കാണുമെങ്കിൽ 40 നാളിലത്തെ ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം നല്ല ശൈഖിനെ പോയി കണ്ട 40 ദിവസത്തെ ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞു. അതിന് പറ്റിയ 40 ഖലീഫന്മാരാണ് നമ്മൾ. 40 ഖലീഫന്മാർ 40 മുഷാവറ പണ്ഡിതന്മാരാണ് അവർ. അപ്പോൾ അവരെ നിങ്ങൾ എപ്പോൾ പിന്തുടർന്നാലും എപ്പോൾ സ്നേഹിച്ചാൽ അവരുടെ ഓരോ വാക്കും നിങ്ങൾക്ക് എപ്പോഴും ഗുണം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളെപ്പോഴും വഴിവഴിപ്പിക്കില്ല, നിങ്ങളെ കവറാക്കി കൊല്ലില്ല. അപ്പോൾ ഇത് കണ്ടിട്ടുള്ള അസൂയ കൊണ്ട് മറ്റുള്ള പണ്ഡിതന്മാരെ ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ട് അത് പൊതുജനങ്ങൾ കാര്യം മനസ്സിലാക്കുന്നു. ഒരു മഹലിൽ പള്ളി ഉണ്ടാക്കി എല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കി ഒരു മുസ്ലിങ്ങളെ കൊണ്ടുവന്നാക്കി ഒരു 3 മാസം കൊണ്ട് ആ മഹലിൽ 3 ആക്കും. പിന്നെ നാട്ടുകാർ ഒരു പക്ഷേ കമ്മിറ്റിക്കാരായാലും ബോധം തെളിയിച്ചിട്ട് വന്നു കഴിയുമ്പോൾ ഇവരെ ഓടിക്കും. അപ്പോൾ അടുത്ത മുസ്ലിയാർ വരും. ഈ മുസ്ലിയാരൊന്നും നിങ്ങൾക്ക് ശരിയല്ല, നിങ്ങൾക്കൊരു ഇമാമ് വേണം, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിന് പറ്റിയ ആൾക്കാരാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിനുശേഷം അത് കണ്ടിട്ട് വിരളി കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നമ്മുടെ ഈ തെരീക്കത്ത് വാങ്ങിച്ചിട്ട് ഇതിൽ നിന്നും പിന്തിരിഞ്ഞ് പോയാൽ അത് യഹൂദികളുടെ മറുവശമാണെന്ന് കണക്കാക്കിയോ, അല്ലെങ്കിൽ യാതൊരു തർക്കവും വേണ്ട. പിന്നെ വേറൊന്ന്, ഈ തെരീക്കത്ത് ഉള്ളതിൻ്റെ മുകളിൽ ചെന്നുകൊണ്ട് പറയാണ് അത് ശരിയല്ലടാ, നീ ഇതങ്ങോട്ട് ചെല്ലിക്കുക, അപ്പോൾ നിങ്ങൾക്ക് നേരം വേഗം ദുനിയാവുണ്ടാവും. ദുനിയാവുണ്ടാവും വീഴ്ച പിടിച്ചാൽ അതിൽ പ്രധാനമന്ത്രിനെ പോയി കണ്ടാലും മതിയല്ലോ, 30 ചീട്ട് ചെയ്ത കാശായില്ലേ. അല്ലെങ്കിൽ മന്ത്രിമാരെ കണ്ടാൽ മതി, മന്ത്രിമാരെ അടുത്ത് പറഞ്ഞ് ചെന്നാൽ അവരെന്തെങ്കിലും സഹായം ചെയ്തു തരും. നമ്മുടെ അടുത്തുള്ള സഹായം പരലോകമോ ഞങ്ങളുടെ കസേരക്കോ അല്ലെങ്കിൽ വലിയ സ്ഥാനമാനത്തിൽ നിന്ന് മോഹിച്ച് നടക്കാതെ ഞങ്ങളുടെ അടുത്ത് വന്നാൽ അവൻ്റെ കാലകാല ജീവിതം പരലോകമാണ്. ആ പരലോകത്തേക്കുള്ള വഴിയാണ് നമ്മുടെ ആൾക്കാരെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അതിനാരും വിരലി കൊണ്ടിട്ട് യാതൊരു കാര്യമില്ല. അല്ലാഹ് നിശ്ചയം നടന്നുകൊണ്ടിരിക്കും. ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിച്ച് നേരം കളയല്ല. അപ്പോൾ ബേക്കിൽ വരുന്ന ആൾക്കാർ 1 മണിക്കൂറെങ്കിലും സംസാരിക്കാനുള്ള നേരം വിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളായിട്ട് യഥാർത്ഥ ഉമ്മത്തികളായിട്ട് മാശയിലും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ. അവസാനം പൂർണ്ണ ഈമാനോടുകൂടി ചിരിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും വരുത്തുമാറാകട്ടെ. നമ്മൾ ഈ 2 ദിവസം ദുനിയാവ് കൊണ്ട് ജീവിച്ച് അവസാനിക്കില്ല. നമ്മുടെ കാലകാല ജീവിതം പരലോകമാണ്. ഇവിടെ ഇന്നത്തെ കാലത്തൊരു മനുഷ്യൻ ജീവിച്ചാൽ ഏറ്റവും കൂടി 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകാനുള്ളൊരു സ്ഥലം വേറെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചിന്ത എല്ലാവർക്കും വേണം. അതുകൊണ്ട് അതിലേക്കാണ് നമ്മളെ പ്രശ്നങ്ങൾ വേണ്ടി വരുന്നത്, നമ്മുടെ പരിശ്രമങ്ങൾ വേണ്ടത് കൂടുതൽ തന്നെയല്ല. ദുനിയാവെന്ന് പറയുന്ന സാധനം നമ്മുടെ ഈമാൻ കാമിലായ ദുനിയാവ് പുറകെ വരുന്ന സാധനം. ദുനിയാവ് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ ബിസിനസ് ചെയ്ത് നമ്മുടെ കുട്ടികളും അതുണ്ട്, അത് ഓരോരുത്തർക്കും ഓരോ തന്നെ അതിൻ്റെ തർത്തിമനുസരിച്ചുണ്ട്. പക്ഷേ ഈമാന് യാതൊരു തടസ്സവും ഇവിടെയില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് ഭാരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിക്കുമായിരുന്നെങ്കിൽ അവന് മിസ്വാക്ക് പുറത്താക്കി കൽപ്പിച്ചതെന്ന് പറഞ്ഞു. അതുപോലും അല്ലാഹു റസൂൽ ചെയ്തിട്ടില്ല. അപ്പം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് മോമിനാവാനും ഈമാനോട് മരിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബുദ്ധിമുട്ട് ഇവിടെ ആർക്കും കൽപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം നിർബന്ധമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ
ലാഹിർ ശരീഅത്ത്, അതില്ലാതെ ഒരു തരീഖത്തും ഒരാൾക്കും ശരിയാവില്ല. അപ്പോൾ അതാണ് നമുക്കിവിടെ ഉള്ള അധ്വാനം. അതിൻ്റെ കൂടെ നമ്മുടെ വഴിയുള്ളൂ. അപ്പോൾ ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ കുല്ലു മൂമിൻ വലിയുദാ കുല്ലു മൂമിൻ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞ പദവിയിൽ നമ്മളെല്ലാവരും എത്തിക്കഴിഞ്ഞ് തന്നെയല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ ഉമ്മത്തികളുമായി. ഈ തേനിന്ന് റിവായിഷകൾ പറഞ്ഞില്ലേ, നോടി മാധുരത്തേൻ കാടനെടുത്താലും നോടി മാധുര കുറവാതി ഇതൊന്നുമേ ഇല്ല റിവായിഷകൾ പറഞ്ഞു. കാരണം തേനെന്ന് പറയുന്ന സാധനം പെണ്ണ് കുടിച്ചാലും ആണ് കുടിച്ചാലും തീയം കുടിച്ചാലും ആലിമ കുടിച്ചാലും തങ്ങൾ കുടിച്ചാലും കള്ളം കുടിച്ചാലും ഒക്കെ ഒരേ മധുരം. അതുപോലെ തന്നെയാണ് തൗഹീദ്. അത് ഏത് ജാഹിലിന് കിട്ടിയാലും ഇനി ഒരു ഹിന്ദുവിന് കൊടുത്താൽ അവനതിൽ വിശ്വസിച്ചാൽ അവൻ്റെ കാര്യം കഴിഞ്ഞു. അപ്പോൾ അതിനെല്ലാവർക്കും ഒരുപോലെ മധുരമാണ്. അത് ചിരിച്ചു വരിക സാധനമാണ്. അപ്പോൾ അത് കയ്യിലാക്കാനുള്ള പരിശ്രമം നിങ്ങളെല്ലാവർക്കും വേണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പണ്ഡിതന്മാർ വന്ന് പറയുമ്പോൾ അവരോട് ചോദിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പേച്ചതാണ് ഞങ്ങൾക്ക് നിങ്ങൾ എഴുതിത്താ, അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അടുത്ത വഴി പിടിക്കാൻ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കും. അപ്പോൾ പണ്ഡിതന്മാരെന്താ പറയണമെന്ന് പറഞ്ഞു. അല്ല എന്താ കുറ്റം. പിന്നെ കുറേ പസാദും ഈവത്തും ഒക്കെ പരത്തിയപ്പോൾ പല വക പോയിൻ്റുകളാണ്. അടിച്ചതൊക്കെ തല്ലിയതൊക്കെ അല്ലെങ്കിൽ ഓടിച്ച് കളയുക. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. ഇനി പുതിയ വഴി വേറെ ഒന്നാണ്. അതായത് നമ്മുടെ മുരീദന്മാരെയൊക്കെ സൂത്രമായിട്ട് പിടിച്ചുകൊണ്ടുപോയി വലിയ വലിയ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് അവിടെ കൊണ്ടുവന്നതിലൊക്കെ ദിക്ർ മേടിച്ചു ഈ പ്രസ്ഥാനം ഇല്ലാതാക്കാം. ഇതൊന്നും ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂലിൻ്റെ റസൂലുള്ളാഹിനെ ഇല്ലാതാക്കണമായിട്ട് അതിവിടെ ഒരു കാലത്തും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് ഇത് നടക്കുന്നത്. അങ്ങനെ പല ബോംബുകളും നമ്മുടെ മുരീദന്മാരെ പേടിപ്പിക്കാൻ. പണ്ടൊരിക്കൽ മടൂർ തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മടൂരും വടകരയും കൂടി തമാശ പറഞ്ഞിരുന്നപ്പോൾ മടൂരനോട് ചോദിച്ചു, അല്ല സുൽത്താന, നിങ്ങൾ കേരളത്തിൽ ഇബിലീസിനെ കണ്ടു ചോദിച്ചത് ഇവിടെ ബോംബെയിൽ വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാം നമ്പർ ഇബിലീസ് നിങ്ങൾ തന്നെയെന്ന് പറഞ്ഞു. കാരണം അന്ന് ഞങ്ങൾ കണ്ട മുമ്പ് നിൽക്കില്ല. മുമ്പ് വൈകുന്നേരം ഒരു കുറേ ഓറഞ്ചൊക്കെ മേടിച്ചൊരു പാത്തി മതി, എല്ലാവർക്കും ബർക്കത്ത് വിളമ്പില്ല. അപ്പോൾ ഇതിന് ഞാനെപ്പോഴും എതിരാണ്, നിസ്കരിച്ചാൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ മുമ്പരോട് അങ്ങനെ പറയും. അപ്പോൾ വടകര പറഞ്ഞ് ഇപ്പം പറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പ് പറയാം, അല്ല സുൽത്താനെ നിങ്ങൾ തമാശ നിർത്തി, നിങ്ങൾ ഇബിലീസിനെ കാണി തലക്കെട്ടിട്ട് മൂലക്കന്മാരെ മതം നോക്കിയെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഇവരെന്നെ കൊല്ലോ. മടൂർ പറഞ്ഞാൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ സാക്ഷിൻ്റെ വടകര പേരൊക്കെ മരിച്ചു പോയെന്നുള്ളൂ. എന്നാലും കേട്ടതൊക്കെ എപ്പോഴും ഉണ്ടാവും കാര്യങ്ങളിൽ. അപ്പോൾ ഇതാണ് ഈ ലോകം. അപ്പം നിങ്ങൾ ഈമാൻ സലാമത്താനുള്ള വഴി നോക്കാം. നമ്മുടെ മഹല്ലിൽ ഖത്തീബ് വേണം, മദ്രസ വേണം, പഠിപ്പിക്കണം, ഉഷാറാവണം, ഉഹ്റുവിയായ പണ്ഡിതന്മാരിവിടെ വേണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ ഉമ്മത്തിലും വേണം. ആ വഴിയാണ് ഞാനും നമ്മുടെ മുശാവറക്കാരും ഇവിടെ വിളമ്പുന്നത്. ആ വഴിയിലേക്ക് നിങ്ങൾ അംഗീകരിക്കും. അത് നിങ്ങൾക്ക് എപ്പോഴും നേർമാർഗത്തിലാണ്. ഇന്ന് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാൻ വലിയ വർത്താനം പറയല്ല, ഓരോ സ്ഥലങ്ങളിലും പോയി ലക്ഷങ്ങൾ ചിലവാക്കി ഓരോ മന്ത്രവാദങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പോയി അതിൽ തങ്ങളും വലിയവരൊക്കെ ഉണ്ട്. എന്നിട്ട് അവരെല്ലാം മുടിഞ്ഞിൽ ലാസ്റ്റ് വരും നമ്മുടെ അടുത്തേക്ക് ആലുവയിലേക്ക്. അത് നമ്മുടെ അടുത്ത് വന്ന് പരാതിയൊക്കെ പറഞ്ഞ് നമ്മളെന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ അത് മാറിക്കഴിഞ്ഞാൽ അവരുടെ അടുത്തൊന്നും ഉണ്ടാവില്ല. ഞാനടുത്തിട്ട് വാങ്ങിക്കലുമില്ല. പിന്നെ ആദ്യം ഞാൻ അവിടെ പെട്ടി വെച്ചായിരുന്നു എത്തീംഖാനയുടെ. അപ്പോൾ ഇങ്ങനെയുള്ളവരാരെങ്കിലും തരുമ്പോൾ അത് ആ പെട്ടിയിലിട്ടേക്കാൻ പറയും. അപ്പം ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ശ്രദ്ധിച്ചു പെട്ടിയിലിടുവർ. അപ്പോൾ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 500 1000 ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് പെട്ടിയിൽ വീഴുമല്ലോ. എത്തീംഖാനക്ക് നല്ലൊരു വരുമാനമുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ അവരെന്തെങ്കിലും വെച്ചാൽ പൈസ കൈപിടിച്ചിട്ട് അങ്ങ് പോകും. അവിടെ ചിലപ്പോൾ പയ്യെ മറ്റത് പോക്കറ്റിലേക്ക് വെച്ച് അവിടെ നിന്നൊരു 100 രൂപ തൊട്ട് 50 രൂപ എടുത്ത് പെട്ടിയിലിടും. ഇത് കണ്ടപ്പോൾ അത് നിർത്തി ഞാൻ ഷേഖും മുരീദന്മാരുണ്ടാക്കണമെന്ന് ഞാൻ ചികിത്സയ്ക്ക് കാശ് മേടിച്ചാളാണ്. ഓരോ കേസും 10,000 50,000 ഒക്കെ പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ സൂക്കേട് മാറിയിട്ട് മേടിച്ചുള്ളൂ, അതിന് മുമ്പേ മേടിച്ചുള്ളൂ. പിന്നെ മാറിയിട്ട് അവർ തന്നില്ല നമ്മൾ വഞ്ചിച്ചാലോ അത് കടത്തി പിടിച്ച് പറയാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. രണ്ടും ചെയ്യും. കാരണം നമുക്ക് വേറെ സേവ ശക്തിയൊന്നുമില്ല. നമ്മുടെ കാര്യം അള്ളാഹിനോട് പറയില്ല. അപ്പോൾ അള്ളാഹ് പറഞ്ഞാൽ അള്ളാഹിന് സുഖമാക്കി കൊടുത്തിട്ടാകുമ്പോൾ എന്നുള്ള അറിയാനില്ലേ. അപ്പോൾ അള്ളാഹിനോട് പറയാം, ഇവൻ പറയണത് ഞങ്ങളുടെ കേട്ടു. അപ്പോൾ പിന്നെ തിരിഞ്ഞു പറയും. പിന്നെ പറയും നമ്മുടെ അടുത്ത് മരുന്നില്ല കേട്ടോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറേ എയ്ഡ്സ് രോഗികൾ ഇവരുടെ വീട്ടിൽ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കണവണയൊക്കെ പറഞ്ഞു കൊടുത്താൽ രോഗമൊക്കെ മാറി. അത് കേട്ട് അവിടെ ചാവക്കാട് വാടാൻപള്ളിയൊക്കെ ചെന്നപ്പോൾ കുറേ AP-യുടെ സർക്കസുകാർ വലിയന്മാർ പറഞ്ഞു, എടോ അത് ആലുവ ഷേഖിൻ്റെ അടുത്ത് പോയിട്ട് മാറിയെന്നില്ല, എന്തോ വൈദ്യന്മാരുടെ അടുത്ത് പോയി മാറിയത്, വെറുതെ ഇല്ലാത്തൊന്നും പറഞ്ഞിട്ട് നടക്കണതാണ്. അപ്പോൾ പിന്നെ പറഞ്ഞോട് ഞാൻ പറഞ്ഞു, ഇവിടെ കേട്ട സാക്ഷികൾ നോക്കണമുണ്ട്, കണ്ടവരുമുണ്ട്. ഞാൻ ഇനി നിങ്ങൾ AP-യുടെ അടുത്തേക്ക് പോയിക്കാം, നിങ്ങളുടെ പണ്ഡിതന്മാരുടെ നേതാവല്ലേ AP, അല്ലെങ്കിൽ EK-യുടെ അടുത്തേക്കല്ലേ AP. ഇവിടെ ഈ പരിപാടി ഇല്ലാട്ടൊന്നും പറഞ്ഞു. ഞാൻ ചികിത്സയെ നിർത്തി. കാരണം എന്തിനെ പഠിപ്പുകൾക്ക് ഉപകാരം ചെയ്യണേ? ഇവരെല്ലാവരെയും കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിയും പിടിച്ചടിക്കും. നമുക്കെന്താ വേറെ പണിയില്ലേ? ഇവരെ തൂക്കേട് മാറ്റി ഞാൻ കുറേ ദാരിദ്ര്യം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഇവർ ചെയ്താനോട് ഞാൻ കുറേ ദാരിദ്ര്യം ആ പരിപാടിയൊക്കെ നിർത്തി വെച്ചു.
കാരണം അത് ഇവിടുത്തെ പണ്ഡിതന്മാരെ മുടക്കി. അത് നിങ്ങൾ പൊതുജനങ്ങളെ ഇത് നോക്കേണ്ടത്, നിങ്ങളെ കാവലാക്കി കൊല്ലാൻ നോക്കുന്നത്, അല്ല എന്നല്ല. എൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. ഒരു 10,000-2000 ചിരിച്ച് മരിച്ചു വിടുന്നാണ്ട് പോയി. ഇനി ഒരു പേടിയില്ല എനിക്ക്. എല്ലാം കൂടി പോയാൽ അള്ളാഹ്ക്ക് നഷ്ടമില്ല. നിങ്ങളെല്ലാം കൂടി നന്നായി അള്ളാഹ്ക്ക് നഷ്ടമില്ല. നിങ്ങളെല്ലാവരും വെടക്കായി എന്നാലും അള്ളാഹ്ക്ക് നഷ്ടമില്ല. നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ അള്ളാഹ്ക്ക് വല്ല ലാഭം ഉണ്ടാവും. ലാഭമല്ല, നിങ്ങളുടെ കവറിലേക്ക് നിങ്ങളെ പോകണം. അപ്പോൾ അത് നിങ്ങൾ ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഉള്ളായിട്ട് സംസാരിച്ച് നേരങ്ങളെല്ലാം അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനം കൂടി എല്ലാവരെയും റസൂലുള്ളാഹികളെ യഥാർത്ഥ ഉമ്മത്തികളിൽ പെടുത്തുമാറാകട്ടെ. അവസാനം ചിരിച്ചു മരിക്കുന്ന സാലിഹ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിയൽ കറമി യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ അർളി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. ബഹുമാനമുള്ള ഖുതുബുസ്സമാൻ ശൈഖുന അവറുകളെ, ആദരണീയരായ ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമയുടെ അഭിവന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, നല്ലവരായ ശ്രോതാക്കളെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന് സമയമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കി മഹാനായ ഖുതുബുസ്സമാൻ വളരെ ലളിതമായി വിജയിക്കാനുള്ള മാർഗമേതാണ് എന്ന് വിസ്തരിച്ച് നമുക്കൊക്കെ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ നമ്മെ തെര്യപ്പെടുത്തുകയുണ്ടായി. കേരളത്തിൽ ഒട്ടനേകം പണ്ഡിത സഭകളും പ്രസ്ഥാനങ്ങളുമൊക്കെ സജീവമായി രംഗത്തുണ്ട്. ഈ സദസ്സിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കേരളത്തിൻ്റെ ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുകയാണ്. ഒരു കാലത്ത് മഹാന്മാരായ ഔലിയാക്കന്മാർ, മശായിഖുമാരെക്കുറിച്ച് പറയപ്പെടുമ്പോൾ അവരെല്ലാം മോശക്കാരാണെന്നും അവരൊന്നും അംഗീകരിക്കപ്പെടേണ്ടവരല്ലെന്നും അവരൊക്കെ തള്ളപ്പെടേണ്ടവരാണെന്നും വളരെ വ്യക്തമായി പച്ചയായി ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിലായിരുന്നു ആളുകളുടെ കടന്നുകയറ്റം. 1920-കൾക്ക് ശേഷം രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വം തങ്ങളിൽ ക്ഷിപ്തമാണ് എന്ന രീതിയിൽ പരിചയപ്പെടുത്തുകയും ആ രീതിയിൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും തങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതാനും സൗധങ്ങളുടെ പേരിൽ മുസ്ലിം ഉമ്മത്തിന് ആത്യന്തികമായി വിജയത്തിന് നിദാനമായി ഭവിക്കുന്ന പരിശുദ്ധമായ ഈമാനിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമം നടക്കുന്നുവോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളക്കരയിൽ നാം കണ്ടത്. ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. നേരത്തെ ഖുതുബുസ്സമാൻ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. കേരളക്കരയിൽ 1920-കൾക്ക് ശേഷം വളരെ മോശമായ സാഹചര്യമാണ് കപട പണ്ഡിതന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന്. നമ്മുടെ കേരളത്തിലെ സാഹചര്യം ഇന്ന് പാലക്കാട് ജില്ലാ ജീലാനി സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച സംഗമത്തിലാണ്, സമ്മേളനത്തിലാണ് നാം ഉള്ളത്. ഇത് കേവലം ഒരു സംഗമമായി ഈ കൂടിയ ആളുകൾ മാത്രമല്ല, ഞങ്ങൾ ഖുതുബുസ്സമാനെ കുറിച്ചുള്ള സന്ദേശം ഈ ആളുകൾക്ക് മാത്രമല്ല കൈമാറിയിട്ടുള്ളത് ജീലാനി സ്റ്റഡി സെന്ററിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി, മറിച്ച്
പാലക്കാട് ജില്ലയിലെ മുക്കുമൂലകളിലുള്ള സർവ്വ ആളുകളെയും ഞങ്ങളുടെ അഭിവന്യരായ പാലക്കാട് ജില്ലയിലെ പ്രവർത്തകന്മാർ ഒരു സത്യം ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. നാളെ മഹ്ശറയിൽ റബ്ബുൽ ഇസ്സത്തിന്റെ അരികിൽ പാലക്കാട് ജില്ലയിൽപ്പെട്ട ആളുകൾ വന്നുകൊണ്ട് ഞങ്ങൾ വിജയിക്കാനുള്ള സൂത്രവാക്യം ഏതാണ് എന്ന് പരിചയപ്പെട്ടില്ല എന്ന് പറയാൻ കഴിയാത്ത വിധം പാലക്കാട് ജില്ലയുടെ മുക്കുമൂലകളിൽ വളരെ വ്യക്തമായി രക്ഷപ്പെടാനുള്ള മാർഗം, വിജയിക്കാനുള്ള മാർഗം, ആത്യന്തികമായ മോക്ഷം കൈവരിക്കാനുള്ള മാർഗം പൂർവസൂരികളായ മഹിത പാരമ്പര്യത്തിന്റെ ഉന്നതരായ ഇന്നലകളുടെ വഴികാട്ടികൾ കാണിച്ചു തന്ന ഇസ്ലാമിന്റെ സമ്പൂർണമായ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടതിന്റെ അനുപേക്ഷണീയത ബോധ്യപ്പെടുത്തുകയും ആ മഹത്തായ സന്ദേശത്തിന്റെ യഥാർത്ഥമായ വഴികാട്ടിയെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് പാലക്കാട് ജില്ലയിലെ ജീലാനി സ്റ്റഡി സെന്ററിന്റെ പ്രവർത്തകന്മാർ ഒരു ഉത്തരവാദിത്ത ദൗത്യം നിർവഹിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ്. ഞങ്ങൾ സാധാരണ സമ്മേളനം നടത്തുന്ന പ്രസ്ഥാനങ്ങളുടെ സമ്മേളനം പോലെ കേവലമായ വാചക കസർത്തോ വാഗ്വിലാസത്തിന്റെ പേരിലുള്ള ആളുകളെ പിടിച്ചു നിർത്തലോ അല്ല. ഷെയ്ഖുനാന്റെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? വമ്പിച്ച ഒരു പ്രഭാഷണമല്ല മഹാൻ നടത്തിയത്, മറിച്ച് ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള സൂത്രവാക്യമാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഞങ്ങൾ പറയുന്നത് ഒരു സമ്മേളനം വിളിച്ചുകൊണ്ട് ഇതാ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിച്ചിരിക്കുന്നു, ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പ്രസ്ഥാനം, ഞങ്ങളുടെ സംഘശക്തി വലുതാണ് എന്ന് പറയുകയല്ല. മറിച്ച് ഞങ്ങൾ പറയുന്നത് ഈ സംഗമത്തിൽ, ഈ സമ്മേളനത്തിൽ തടിച്ചുകൂടിയ ആളുകൾക്ക് അവരുടെ ജീവിത ലക്ഷ്യം ഞങ്ങൾ വ്യക്തമായി വരച്ചിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സ്വർഗം വേണോ? നിങ്ങൾക്ക് രക്ഷപ്പെടണോ? നിങ്ങൾക്ക് ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടണോ? മഹ്ശറയിൽ രക്ഷപ്പെടണോ? ജഗന്നിയന്താവായ പടച്ച തമ്പുരാന്റെ അരികിലേക്ക് കയറി ചെല്ലാൻ, ആ പരിശുദ്ധമായ സാന്നിധ്യത്തിന്റെ സായുജ്യം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകണോ? അതിന് ഞങ്ങൾ ഏതെങ്കിലും ആശയങ്ങളുടെ സമുച്ചയം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് സാധാരണക്കാരനെ വട്ടം കറക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങളുടെ അഭിവന്യരായ ഗുരുവര്യർ, ഞങ്ങളുടെ അഭിവന്യരായ നായകൻ, ഞങ്ങളുടെ അഭിവന്യരായ നേതാവ്, 21-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകൻ, ഔലിയാക്കന്മാരുടെ അച്ചുതണ്ടായി നിലകൊള്ളുന്ന ഖുതുബുസ്സമാനെ ഞങ്ങൾ നേർക്കുനേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. മഹാനുഭാവനെ ബൈഅത്ത് ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷത്തിലായി ഈമാനിലായി ചിരിച്ചു മരിക്കാൻ കഴിയുമെന്ന് കേവലം ഗീർവാണമല്ല, വാചക കസർത്തല്ല, വാക്പയറ്റ് നടത്തുകയല്ല. വ്യക്തമായി മഹാനുഭാവനെ ബൈഅത്ത് ചെയ്ത ആളുകൾ സന്തോഷത്തിലായി, തൗഹീദിലായി, ഈമാനിലായി ചിരിച്ച് മരണപ്പെട്ട ആയിരക്കണക്കിന് സാക്ഷികളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഖുതുബുസ്സമാൻ ഇവിടെ പ്രഖ്യാപിച്ചത് വിജയിക്കാനുള്ള മാർഗം ഇതാണ് എന്ന്. കേരളത്തിൽ ഏത് പ്രസ്ഥാനത്തിന് ഇത് പറയാൻ കഴിയും? ആലോചിക്കണ്ടേ? സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളില്ലേ? അവരുടെ താടിയും തലപ്പാവും ശുഭ്രവസ്ത്രവും തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിന്റെ സാന്നിധ്യവും കണ്ട് അമ്പരന്ന് പോകുന്ന സാധാരണക്കാരൻ, പണ്ഡിതൻ, സമ്പന്നൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങളുടെ പ്രസ്ഥാനം നിങ്ങൾക്ക് എന്ത് നൽകി? ആലോചിക്കണ്ടേ? നമ്മൾ ഇനിയും നമ്മുടെ ബുദ്ധി പണയം വെച്ചുകൊണ്ട് പോകുന്ന അപകടകരമായ അവസ്ഥയിൽ നിന്നും മാറണം അല്ലേ? പണ്ഡിത സഭ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾക്ക് മരണവക്രത്തിലേക്ക് അടുക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഈമാനികമായ ചൈതന്യത്തോടെ ജീവിച്ച് ഈമാനിലായി മരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നുണ്ടോ? ഇത് പറയുമ്പോ എന്താ പറയാ മറുപടി? 10,000 മദ്രസകൾ